Hi everyone. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ Ogee type spillwayയുടെ പ്രൊഫൈൽ വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 5ലെ ബാക്കിയുള്ള പോർഷൻസ് ആയിരിക്കും നോക്കുക. അതായത് സ്പിൽവേയിലെ ആ ഒരു എനർജി ഡിസിപ്പേഷൻ, അതുപോലെ സ്റ്റില്ലിംഗ് ബേസിൻസ് എന്താണ്, അതിന്റെ ടൈപ്സിൽ നമുക്ക് ഈ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 മാത്രം നോക്കിയാൽ മതിയാവും. അതിന്റെ ഡിസൈൻ ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു തിയറി മാത്രം പഠിച്ചാൽ മതിയാവും. ഇത്രയുമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. കൂടാതെ ഒരു മൊഡ്യൂൾ 5ൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്പിൽവേയിലെ എനർജി ഡിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സർപ്ലസ് വാട്ടറിനെ നമ്മൾ ഈ ഒരു സ്പിൽവേ കൂടി ഇങ്ങനെ ഒഴുക്കി കളയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാട്ടർ ആ ഒരു റിസർവറിൽ ഇരിക്കുന്ന സമയത്ത് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കേണ്ട. ആ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും ആ ഒരു പൊസിഷനും ഒക്കെ കാരണം അതിനൊരു ഹൈ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും അതിനുണ്ടാവുക. ഈ ഒരു ക്രസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ താഴേക്ക് ഫോൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഒരു മോഷൻ കാരണം ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഒരു കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഹൈ കൈനറ്റിക് എനർജിയിലായിരിക്കും ഇത് വന്ന് ഈ ഒരു ഡൗൺ സ്ട്രീമിലേക്ക് വന്ന് വീഴുന്നത്. ആ ഒരു സമയത്ത് ഇവിടെയുള്ള ഈ ഒരു സ്ട്രക്ചേഴ്സിനൊക്കെ ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ എനർജി കാരണം. അതുപോലെ തന്നെ ഇവിടെ സ്കോറിംഗ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒരു ഡാമിന്റെ ഫെയിലിയറിന് വരെ അത് റീസൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആ ഒരു കൈനറ്റിക് എനർജിയെ നമുക്ക് എങ്ങനെയും ഡിസിപ്പേറ്റ് ചെയ്ത് കളയുക കൂടെ വേണം. ഒന്നെങ്കിൽ ആ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി കുറച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ള ഒരു സ്ട്രക്ചേഴ്സിനെയൊക്കെ സ്കോറിംഗിൽ നിന്നും അതുപോലെ ഡാമേജസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് കൂടെ നമ്മൾ ഈ ഒരു ഡാമിന്റെ ഡിസൈനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഒന്ന്, ഈ ഒരു ആദ്യത്തെ ഫിഗർ കാണുന്ന പോലെ നമ്മളൊരു ഹൈഡ്രോളിക് ജമ്പ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഹൈഡ്രോളിക് ജമ്പിൽ ഈ ഒരു ടർബുലൻസ് ഒക്കെ കാരണം ആ ഒരു എനർജി അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. രണ്ടാമത്തേതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർ ഹാങ്ങിങ് ലിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസ്, ഇതിന് ഡിഫ്ലക്റ്റർ ബക്കറ്റ്സ് എന്നാണ് പറയുക. ഈ ഒരു കർവ്ഡ് സർഫസ് നമ്മൾ അതിന്റെ ആ ഒരു ടിപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആ ഒരു വാട്ടർ ജെറ്റ് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീങ്ങിയതിനെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് നീങ്ങുന്ന ആ ഒരു ജെറ്റ് താഴെ വീണ് ആ ഒരു ഇമ്പാക്ട് വെച്ച് അതിന്റെ ആ ഒരു എനർജിയെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ആ ഒരു കൈനറ്റിക് എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൈഡ്രോളിക് ജമ്പ്, രണ്ട് ഒരു ഡിഫ്ലക്റ്റർ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ജെറ്റിനെ ദൂരേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് ഇമ്പാക്ട് വഴി ആ ഒരു എനർജിയെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡാമിനെ സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മളത് ഒരു സ്പിൽവേയുടെ ഡിസ്ചാർജ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നനുസരിച്ചിരിക്കും. അതായത് നമ്മൾ ആ ഒരു സ്പിൽവേയിൽ നിന്ന് വരുന്ന വെള്ളം ഒരു മെയിൻ റിവർ ചാനലിലേക്ക് നേരിട്ട് ഒഴുക്കുവാണോ, അത് അതിനു മുമ്പ് എന്തെങ്കിലും അപ്പർട്ടനൻസസോ സ്ട്രക്ചേഴ്സോ ഉണ്ട് നമ്മളത് മെയിൻ റിവർ ചാനലിലേക്ക് നേരിട്ടല്ലേ ഒഴുക്കുന്നത്, ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് മെത്തേഡ്സിൽ നിന്ന് ആവശ്യമുള്ള ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സ്പിൽവേയിലെ ഡിസ്ചാർജ് നേരിട്ട് ഒരു മെയിൻ റിവറിലേക്ക് ഒഴുക്കുകയല്ല, അതിന് മുമ്പ് എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ നേരിട്ട് അങ്ങ് ഒഴുക്കുകയല്ല എങ്കിൽ അവിടെ ഒരു ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഒരു സ്പിൽവേ ഡിസ്ചാർജ് നേരിട്ട് ചാനലിലേക്ക് സേഫ്ലി നമ്മൾ ഒഴുക്കുകയാണ് എങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് കൊടുത്താൽ ആ ഒരു ഹൈഡ്രോളിക് ജമ്പിന്റെ ഫോഴ്സ് കൊണ്ട് ആ ഒരു എനർജി കൊണ്ട് തന്നെ ആ ഒരു റിവർ ബെഡിൽ ഇറോഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഹൈഡ്രോളിക് ജമ്പ് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഈ ഒരു സ്പിൽവേ ഡിസ്ചാർജ് നേരിട്ട് റിവറിലേക്ക് കൊടുക്കുകയാണ്, അവിടെ എനർജി ഡിസിപ്പേറ്റേഴ്സ് ഒന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ ഹൈഡ്രോളിക് ജമ്പിന് പകരം നമ്മൾ ആ ഒരു ഡിഫ്ലക്റ്റർ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് ആ ജെറ്റിനെ ദൂരേക്ക് ഡയറക്റ്റ് ചെയ്ത് ആ ഒരു ഇമ്പാക്ട് വെച്ചിട്ട് അതിന്റെ ആ ഒരു എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിൻസ് വരുന്നത്. സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. നമുക്കിവിടെ കാണാം ഈ ഒരു ഡാമിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾ പോലെ ആ ഒരു വാട്ടർ ഫ്ലോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു വാട്ടറിന് ഒബ്സ്റ്റക്കിൾ പോലെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സ്റ്റില്ലിംഗ് ബേസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്ന ആ ഒരു വാട്ടർ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനെ അവിടെ ഒരു ടർബുലൻസ് ഉണ്ടാവും. ആ ഒരു ടർബുലൻസ് കാരണം ആ ഒരു എനർജി, ഹീറ്റ് എനർജി ഒക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റില്ലിംഗ് ബേസിൻ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഫിഗർ കാണുന്ന പോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കാം. ഈ ഒരു പോർഷനെ നമ്മൾ ഏപ്രൺ എന്നാണ് പറയാം. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടൊരു ഏപ്രൺ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഇവിടെ കാണുന്ന പോലെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഏപ്രൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ സ്റ്റില്ലിംഗ് ബേസിൻ ഹൊറിസോണ്ടൽ ഏപ്രൺ ഉള്ളതുമുണ്ട്, ഒരു സ്ലോപ്പിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഏപ്രൺ ഉള്ളതുമുണ്ട്.
അതുപോലെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ജമ്പ് സ്റ്റില്ലിംഗ് ബേസിൻ ആണ്. ഈ പേര് പോലെ തന്നെ നമ്മൾ ആ ഒരു ഹൈഡ്രോളിക് ജമ്പിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടായിരിക്കും അതിനകത്ത് എനർജി ഡിസിപ്പേഷൻ നടത്തുക. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്കൊക്കെ വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഹെഡിനും എല്ലാ ടൈപ്പ് ഫ്ലോയ്ക്കും ഒന്നും ഹൈഡ്രോളിക് ജമ്പ് നാച്ചുറലി ഉണ്ടായി എന്നൊന്നും വരില്ല. അപ്പോൾ ചില സമയത്ത് ഈ ഒരു ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചില സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റില്ലിംഗ് ബേസിനിൽ. അതിനകത്ത് മെയിൻ ആയിട്ടും 3 അപ്പർട്ടനൻസസ് ആണ് വരുന്നത്: ചൂട്ട് ബ്ലോക്സ്, ബാഫിൾ ബ്ലോക്സ് ആൻഡ് എൻഡ്സ്. ഈ 3 വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഇനിഷ്യേറ്റ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ചൂട്ട് ബ്ലോക്സ് ആണ്. ചൂട്ട് ബ്ലോക്സ് നമ്മൾ ഈ ഒരു ഫിഗർ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്പിൽവേയുടെ ഡൗൺ സ്ട്രീമിൽ ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിന്റെ തുടക്കത്തിലായിട്ടാണ് നമ്മൾ ആ ഒരു ചൂട്ട് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് കാണാം ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്സ് ആണ് ചൂട്ട് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഗ്യാപ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ചൂട്ട് ബ്ലോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈഡ്രോളിക് ജമ്പിന്റെ ലെങ്തിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഹൈഡ്രോളിക് ജമ്പ് അതിന്റെ ഒരു മാക്സിമം എനർജി ഉള്ള ആ ഒരു പോർഷൻ ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിനകത്ത് തന്നെ നിർത്തണം. കാരണം അതിന് പുറത്തോട്ട് പോയാൽ പുറത്ത് സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ റിവർ ബെഡോ ഒക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു ഹൈ എനർജി ഉള്ള ഒരു ഹൈഡ്രോളിക് ജമ്പും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ആ ഒരു റിവർ ബെഡിന്റെ ഇറോഷനോ അല്ലെങ്കിൽ സ്കോറിങ്ങോ ഒക്കെ ഇതിനപ്പുറത്ത് സംഭവിക്കാം. അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈഡ്രോളിക് ജമ്പിന്റെ ലെങ്ത് ഇതിനകത്ത് തന്നെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചൂട്ട് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു ഹൈഡ്രോളിക് ജമ്പിന്റെ ലെങ്ത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൂട്ട് ബ്ലോക്സ് നമ്മളിവിടെ കൊടുക്കുന്നത്. അടുത്തതാണ് ബാഫിൾ ബ്ലോക്സ് അല്ലെങ്കിൽ ബേസിൻ ബ്ലോക്സ് അല്ലെങ്കിൽ ബാഫിൾ പെയേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരേ സാധനം തന്നെയാണ്. ഇതാണ് ബാഫിൾ ബ്ലോക്സ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഈ ഒരു ചൂട്ട് ബ്ലോക്സിന്റെയും ഈ ഒരു എൻഡ് സില്ലിന്റെയും നടുക്കായിട്ട് ഇടയ്ക്കായിട്ടായിരിക്കും, ഇന്റർമീഡിയറ്റ് ആയിട്ടായിരിക്കും, അതുപോലെ ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിന്റെ ഓൾമോസ്റ്റ് നടുക്കായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ബാഫിൾ ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോളിക് ജമ്പിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു ടർബുലൻസ് കാരണമാണല്ലേ. അപ്പൊ ആ ഒരു ടർബുലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടർബുലൻസിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ബാഫിൾ ബ്ലോക്സ് കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ ടർബുലൻസ് ഉണ്ടാവുമ്പോൾ കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ബാഫിൾ ബ്ലോക്സ് കൊടുക്കുന്നത്. അടുത്ത എൻഡ് സില്ലിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ആ ഒരു സ്റ്റില്ലിംഗ് ബേസിന്റെ എൻഡിലായിട്ടായിരിക്കും ആ ഒരു എൻഡ് സില്ല് വരുന്നത്. അതെന്ന് പറയുന്നത് ഈ ചൂട്ട് ബ്ലോക്സിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഹൈഡ്രോളിക് ജമ്പിന്റെ ലെങ്ത് ഇതിനകത്ത് നിർത്തുക, ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻഡ് സില്ലിന്റെയും ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു എൻഡ് സില്ല് ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു സോളിഡ് ഒരു ബാർ ആയിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഈ ഒരു ബാഫിൾ ബ്ലോക്സ് ഒക്കെ പോലെ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്സ് കൊടുത്ത് അതിനെ നമ്മൾ ഡെന്റേറ്റഡ് സിൽ എന്നാണ് പറയുക. ഡെന്റേറ്റഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഗ്യാപ്സ് കൊടുത്ത് കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അത് നമ്മൾ ആ ഒരു ഡാമിന്റെ ആ ഒരു ടോപ്പോഗ്രഫി നമ്മുടെ സ്ട്രക്ചറലിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അത് ഡെന്റേറ്റഡ് ആണോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടാണോ ഈ ഒരു എൻഡ് സില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. നമുക്കിനി ഒരു സ്റ്റില്ലിംഗ് ബേസിന്റെ ടൈപ്സ് നോക്കാം. അപ്പോൾ ഓരോ കൺട്രീസിനും അവരുടേതായിട്ടുള്ള കോഡ്സ് ഒക്കെ അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് സ്റ്റില്ലിംഗ് ബേസിൻസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS കോഡ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റില്ലിംഗ് ബേസിൻസ് ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു IS കോഡ്സിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഫ്രൂഡ് നമ്പർ വെച്ചിട്ടാണ് ഒരു സ്റ്റില്ലിംഗ് ബേസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫ്രൂഡ് നമ്പർ നമ്മൾ പണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനേർഷ്യൽ ഫോഴ്സ് ബൈ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫ്രൂഡ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിനെ ക്ലാസിഫൈ ചെയ്യുക. അതിനകത്ത് തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 സ്റ്റില്ലിംഗ് ബേസിൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റില്ലിംഗ് ബേസിനിൽ ഹൊറിസോണ്ടൽ ഏപ്രണും വരാം, സ്ലോപ്ഡ് ആയിട്ട് ഏപ്രണും കൊടുക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഏപ്രൺ വെച്ച് വരുന്ന ടൈപ്സ് ആണ് 1 and 2. സ്ലോപ്ഡ് ഏപ്രൺ ഉള്ളതാണ് ടൈപ്പ് 3 and ടൈപ്പ് 4. ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ടൈപ്പ് 1 and 2. അതിന്റെ ഡിസൈൻ വേണ്ട, അതിന്റെ ഒരു തിയറി മാത്രം മതി. ടൈപ്പ് 1 and ടൈപ്പ് 2 ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് 1 സ്റ്റില്ലിംഗ് ബേസിൻ. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രൂട്ട് നമ്പർ 4.5 കുറവായിരിക്കും. 4.5 താഴെ ഫ്രൂട്ട് നമ്പർ വരുന്ന ആ ഒരു ഫ്ലോസിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് 1 സ്റ്റില്ലിംഗ് ബേസിൻ പ്രിഫർ ചെയ്യുക. ഇത് സാധാരണ സംഭവിക്കുന്നത് ലോ ഡാംസ് അല്ലെങ്കിൽ വിയേഴ്സ് അല്ലെങ്കിൽ ബാരേജസിലൊക്കെ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് 1 സ്റ്റില്ലിംഗ് ബേസിൻസ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ കാണാം. ഇതിനകത്ത് ഈ നൊട്ടേഷൻസ് ഒക്കെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് ഡിസൈൻ ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു നൊട്ടേഷൻസ് നെഗ്ലക്ട് ചെയ്യുക. അഥവാ വരയ്ക്കുകയാണെങ്കിലും ഈ ഒരു നൊട്ടേഷൻസ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഈ ഒരു അപ്പർട്ടനൻസസ് എന്താണെന്ന് ലേബൽ ചെയ്തിരുന്നാൽ മതി.
അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ chute basins ഉണ്ട്, chute blocks ഉണ്ട്, baffle blocks ഉണ്ട്, അതുപോലെ end sill ഉണ്ട്. ഇതാണ് dentated end sill എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ dentated ആയിട്ട് ഗ്യാപ്സ് ഉള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് chute blocks ഉം baffle blocks ഉം dentated sill ഉം ഉണ്ട്. അതുപോലെ proof number 4.5 ലെസ് ആണെങ്കിലാണ് ലോ ഡാംസിൽ, വെയേഴ്സിൽ, ബാരേജസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രിഫർ ചെയ്യുക. ഇനി ടൈപ്പ് 2 സ്റ്റില്ലിംഗ് ബേസിൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രൂട്ട് നമ്പർ 4.5 കൂടുതലായിരിക്കും. ആ ഒരു കൂടുതലാവുന്ന ആ ഒരു ഫ്ലോയ്ക്കാണ് നമ്മൾ ടൈപ്പ് 2 സ്റ്റില്ലിംഗ് ബേസിൻസ് യൂസ് ചെയ്യുക. ഈ ഒരു ഫ്ലോ കണ്ടുവരുന്നത് നമ്മൾ ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈ ഡാംസിലായിരിക്കും. അതിനകത്തും ഈ ഒരു ഫിഗറിനകത്തും സെയിം ആണ്. ഈ നൊട്ടേഷൻസ് ഒക്കെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നൊട്ടേഷൻസ് ഇഗ്നോർ ചെയ്താൽ മതി. ആവശ്യമുള്ള ആ ഒരു ബ്ലോക്സ് അപ്പർട്ടനൻസസ് മാത്രം ലേബൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആ ഒരു chute blocks ഉണ്ട്, baffle blocks ഉണ്ട്, അതുപോലെ end sill ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് ഈ ഒരു ഫ്രൂട്ട് നമ്പർ 4.5 കൂടുതലായിരിക്കും. അതുപോലെ ഈ ഒരു ഇതെന്ന് കാണപ്പെടുന്നത് മീഡിയം ആൻഡ് ഹൈ ഡാംസിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5ന്റെ പോർഷൻ. ഇതോടുകൂടി നമ്മുടെ ആ ഒരു മൊഡ്യൂൾ 5 തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ 2018 റെഗുലർ ഇതായിരുന്നു ഫസ്റ്റ് എക്സാം, ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന്റെ. അതിനകത്ത് ചോദിച്ച ഈ ഒരു മൊഡ്യൂൾ 5 ന്ന് ചോദിച്ചത് സ്പിൽവേ എന്താണെന്നാണ്, അതുപോലെ ഓഗി ടൈപ്പ് സ്പിൽവേ എന്താണ്, സ്റ്റില്ലിംഗ് ബേസിൻ ടൈപ്പ് 1 and 2 സ്റ്റില്ലിംഗ് ബേസിൻസ്, അതുപോലെ ആർച്ച് ഡാമിൽ ആ ഒരു തിൻ സിലിണ്ടർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2019 റെഗുലർ എക്സാമിലേക്ക് വരികയാണെങ്കിൽ ആർച്ച് ഡാമിൽ ആ ഒരു എക്കണോമിക്കൽ സെൻട്രൽ ആംഗിളിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ chute സ്പിൽവേ എന്താണ്, സൈഡ് ചാനൽ സ്പിൽവേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സോൺഡ് എർത്ത് ഡാമിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻസ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു മുമ്പെടുത്ത ക്ലാസ്സസിൽ ആ PPT-യിലൊക്കെ തന്നിട്ടുണ്ട്. അടുത്ത ഒരു 2019 സപ്ലിമെന്ററി എക്സാം നോക്കുകയാണെങ്കിൽ എർത്ത് ഡാമിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റില്ലിംഗ് ബേസിൽ എനർജി ഡിസിപ്പേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു chute ബ്ലോക്സ്, ബാഫിൾ ബ്ലോക്സ്, end sill ഒക്കെ വരുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. 3 മാർക്കേ ഉള്ളൂ, 3 കമ്പോണൻസ് ഉണ്ട്, 1 മാർക്ക് ഈച്ച് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു PPT പറഞ്ഞ അത്രയും തന്നെ ഡിസ്ക്രൈബ് ചെയ്താൽ മതിയാവും. പിന്നെ ആ ഒരു ആർച്ച് ഡാമിന്റെ തിക്നെസിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്, തിൻ സിലിണ്ടർ തിയറിയിൽ വരുന്നത്. അതുപോലെ മെയിൻ സ്പിൽവേ എന്താണ്, എമർജൻസി സ്പിൽവേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ എന്താണ്, അതിന്റെ ആ ഒരു എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2020 സപ്ലിമെന്ററി റീസെന്റ് ആയിട്ടുള്ളത്, അതിനകത്ത് chute സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ ചോദിച്ചിട്ടുണ്ട്. ഇത് റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ്, മുമ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റില്ലിംഗ് ബേസിൻ ടൈപ്പ് 1 and ടൈപ്പ് 2 സ്റ്റില്ലിംഗ് ബേസിൻസ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ സ്പിൽവേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ chute സ്പിൽവേ, സൈഡ് ചാനൽ സ്പിൽവേ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഓഗി സ്പിൽവേസ്, ആ ഒരു എഫക്റ്റീവ് ലെങ്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ നോക്കണം. എർത്ത് ഡാംസിൽ നിന്ന് ആ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സ്റ്റില്ലിംഗ് ബേസിനിൽ നിന്ന് എന്താണ് സ്റ്റില്ലിംഗ് ബേസിൻ, അതുപോലെ ടൈപ്പ് 1 and ടൈപ്പ് 2 ഏതൊക്കെയാണ്, ആ ഒരു അപ്പർട്ടനൻസസ് ഏതൊക്കെയാണ്, ആ ഒരു ഹൈഡ്രോളിക് ജമ്പിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പർട്ടനൻസസ് ഏതൊക്കെയാണ്, അതൊക്കെ നോക്കണം. ആർച്ച് ഡാമിൽ നിന്ന് മെയിൻലി ആ ഒരു തിൻ സിലിണ്ടർ തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസ് മെയിൻ ആയിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ബാക്കിയുള്ള പോർഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയെങ്കിലും ചെയ്യണം, പഠിക്കണം, അതാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയെങ്കിലും ചെയ്യണം. ഈ ഒരു പോർഷൻസ് നേരെ മണ്ണ് നോക്കിയിട്ട് വേണം പോകാൻ, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നീട് ഞാനിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത് പുന്മയുടെ ടെക്സ്റ്റ് ആണ്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ തിയറിയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ടെക്സ്റ്റ് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുന്മയുടെ ടെക്സ്റ്റ് വിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിനകത്ത് എല്ലാ പോർഷൻസും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാം. മറോറയുടെയും ഗാർഗിൻ്റെയും ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ DHS ഇവിടെ തീരാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.